റോഡിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ട്രാഫിക് ലൈറ്റ് കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ ട്രാഫിക് ലൈറ്റുകൾ ആദ്യമായിട്ട് എവിടെയാണ് ഉണ്ടായത്? അതിൻ്റെ ഒരു ചെറിയ ചരിത്രം നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് ആദ്യ കാലങ്ങളിൽ എങ്ങനെയാണ് ഈ ട്രാഫിക് ലൈറ്റുകൾ നിയന്ത്രിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രാഫിക് ലൈറ്റുകൾ വരുന്നതിന് മുമ്പ് റോഡുകളിൽ ഗതാഗതം നിയന്ത്രിച്ചിരുന്നത് പോലീസുകാരാണ്. അവരുടെ കൈ ഉപയോഗിച്ചായിരുന്നു അവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. 1722 ലണ്ടൻ ബ്രിഡ്ജിൽ പോലീസുകാർക്ക് ഗതാഗതം നിയന്ത്രിക്കാൻ ചുമതല നൽകിയിരുന്നു. എന്നാൽ ഈ വാഹനങ്ങൾ, അതായത് അന്ന് കുതിരവണ്ടികളായിരുന്നു ഉണ്ടായിരുന്നത്, ഈ വാഹനങ്ങൾ ഒരുപാട് കൂടുകയും അങ്ങനെ ഗതാഗതം വർദ്ധിക്കുകയും ചെയ്തതോടെ കൂടുതൽ കാര്യക്ഷമമായ ഒരു സംവിധാനം അവർക്ക് ആവശ്യമായി വന്നു. അങ്ങനെയാണ് ഒരു ട്രാഫിക് ലൈറ്റ് സംവിധാനം വേണമെന്ന് അവർക്ക് മനസ്സിലായത്. പക്ഷേ അപ്പോഴും ഈ ട്രാഫിക് ലൈറ്റുകളൊന്നും അവിടെ വന്നിരുന്നില്ല. പിന്നെയും 100 വർഷങ്ങൾ കഴിഞ്ഞു, ഒരുപാട് വർഷങ്ങൾ, 100 കണക്കിന് മേളിൽ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ആദ്യമായി ലോകത്തിലെ ട്രാഫിക് ലൈറ്റ് വരുന്നത്. അതെന്ന് പറഞ്ഞാൽ 1868 1868 ഡിസംബർ 10 ഇത് ബ്രിട്ടനിലെ ലണ്ടനിലെ പാർലമെൻറ്റിൻ്റെ ഹൗസിൻ്റെ മുന്നിലായിരുന്നു ലോകത്തിലെ ആദ്യ ട്രാഫിക് ലൈറ്റ് സ്ഥാപിച്ചത്. അത് റെയിൽവേ എഞ്ചിനീയർ ആയിരുന്ന JP നൈറ്റാണ് ഈ സാധനം രൂപകൽപ്പന ചെയ്തത്. ലോകത്തിലെ ആദ്യത്തെ ട്രാഫിക് ലൈറ്റ് രൂപകൽപ്പന ചെയ്തത്. ലോകത്തിലെ ആദ്യത്തെ ട്രാഫിക് ലൈറ്റ് ഇന്നത്തെ പോലെ വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതായിരുന്നില്ല. അതൊരു ഗ്യാസ് വിളക്കായിരുന്നു. 22 അടി ഉയരമുള്ള ഒരു പോസ്റ്റിൽ സ്ഥാപിച്ച ഒരു ഗ്യാസ് വിളക്കായിരുന്നു ഇത്. അപ്പോൾ ഇതെങ്ങനെ കൺട്രോൾ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, താഴെ ഒരു പോലീസുകാരൻ നിന്നുകൊണ്ട് ഇതിനൊരു ലിവറുണ്ട്. ഈ ലിവർ ഉപയോഗിച്ചായിരുന്നു ഈ ലൈറ്റുകൾ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് കൈകൾ നേരെ നീട്ടി നിൽക്കുന്ന രീതിയിൽ നിൽക്കുകയാണെങ്കിൽ വാഹനങ്ങളൊക്കെ നിർത്തുക, അത് 45 ഡിഗ്രി ആയിട്ട് താഴ്ത്തുവാണെങ്കിൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകുക. ഇത്രയും വളരെ സിമ്പിളായിട്ടുള്ളൊരു മെക്കാനിസമായിരുന്നു ഈ ആദ്യത്തെ ഗ്യാസ് വിളക്ക് ട്രാഫിക് ലൈറ്റിലുണ്ടായിരുന്നത്. എന്നാൽ ഇത് പിന്നീട് ഈ ഗ്യാസ് ലൈറ്റ് ഇത് പൊട്ടിത്തെറിച്ചു. 1869 ജനുവരിയിലാണ് ഈ ഗ്യാസ് ചോർച്ച ഉണ്ടായിട്ട് ഈ സംഭവം പൊട്ടിത്തെറിച്ച് ഒരു പോലീസുകാരന് പരിക്കേറ്റുകയുണ്ടായി. അതോടുകൂടി ഇവർ ഈ ഗ്യാസ് ലൈറ്റിൻ്റെ ഈ ഒരു ട്രാഫിക് ലൈറ്റ് അവിടുന്ന് അങ്ങ് നീക്കം ചെയ്യുകയാണ് ചെയ്തത്. എന്നാൽ ട്രാഫിക് ലൈറ്റിൻ്റെ ചരിത്രം അവിടെയും തീരുന്നില്ല. അതങ്ങനെ കഴിഞ്ഞ് പിന്നീട് നമ്മുടെ ഇന്നത്തെ ഒരു മോഡേൺ പതിപ്പിൻ്റെ ആദ്യ രൂപം എന്ന രീതിയിലുണ്ടാകുന്ന വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ട്രാഫിക് ലൈറ്റുകൾ ഉണ്ടാകുന്നത് 1912 അത് അമേരിക്കയിലാണ് ഉണ്ടാകുന്നത്. അമേരിക്കയിലെ ലെസ്റ്റർ വയർ എന്ന ഒരു പോലീസുകാരനാണ് ആദ്യ ട്രാഫിക് ലൈറ്റ് വികസിപ്പിച്ചത്. എന്നാൽ പിന്നീട് 2 വർഷം കഴിഞ്ഞിട്ട് ശേഷമാണ് ഈ 1914 ക്ലീവ്ലാൻഡ്സിലാണ് ആദ്യത്തെ വൈദ്യുതി ട്രാഫിക് ലൈറ്റ് സ്ഥാപിച്ചത്. എന്നാൽ ഈ ട്രാഫിക് ലൈറ്റ് സ്ഥാപിച്ചതിന് ശേഷം പിന്നീട് ഒരു 6 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ പച്ചയും ചുവപ്പും മഞ്ഞയും കലർന്ന രീതിയിലുള്ള ട്രാഫിക് ലൈറ്റ് ഉണ്ടാകുന്നത്. അത് 1920 ഡെട്രോയിറ്റ് സിറ്റി പോലീസുകാരനായ വില്യം പോർട്സ് ആണ് ആദ്യത്തെ 3 നിറങ്ങളിലുള്ള ഞാനിപ്പോൾ പറഞ്ഞ ഈ ട്രാഫിക് ലൈറ്റുകൾ നിർമ്മിച്ചത്. മുമ്പുണ്ടായിരുന്ന ട്രാഫിക് ലാമ്പുകളിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇദ്ദേഹം മഞ്ഞ നിറവും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നു. അത് ഈ ജാഗ്രതയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ഇത് ഉൾപ്പെടുത്തിയിരുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ട്രാഫിക് ലൈറ്റുകൾ ഉണ്ടാകുന്നത്, അതിൻ്റെ ആദ്യ പതിപ്പുകൾ ഉണ്ടാകുന്നത്. 1923 ഗ്യാരറ്റ് മോർഗൻ എന്ന ആഫ്രിക്കൻ അമേരിക്കക്കാരൻ കണ്ടുപിടിച്ച ഈ ട്രാൻസ്മിറ്റിംഗ് ട്രാഫിക് ലൈറ്റുകൾ, അദ്ദേഹമാണ് അതിൻ്റെ പേറ്റൻറ്റ് നേടിയത്. ഇന്നത്തെ കാണുന്ന രീതിയിലുള്ള ഈ മോഡേൺ ട്രാഫിക് ലൈറ്റുകൾ സംവിധാനങ്ങളൊക്കെ വരുന്നത് 1950കളിലാണ് ഈ കമ്പ്യൂട്ടർ നിയന്ത്രിച്ചുകൊണ്ടുള്ള ട്രാഫിക് ലൈറ്റുകൾ വരുന്നത്. അതും അമേരിക്കയിൽ തന്നെയാണ് ആരംഭിച്ചത്. 1967 കാനഡയിലെ ടൊറൻ്റോയിൽ കൂടുതൽ പുരോഗമിച്ച രീതിയിലുള്ള കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ട്രാഫിക് സിഗ്നലുകൾ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ ഉണ്ടാകുന്നത്. ഇന്ത്യയിൽ എന്നാൽ 1953 ട്രാഫിക് ലൈറ്റുകൾ വരുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെന്നൈയിലായിരുന്നു വന്നത്. അവിടുത്തെ എഗ്മോർ എന്ന ജംഗ്ഷനിലായിരുന്നു ആദ്യത്തെ ട്രാഫിക് ലൈറ്റ് സ്ഥാപിച്ചത്. പിന്നീട് 1963 ബാംഗ്ലൂർ കോർപ്പറേഷനിൽ ഈ ട്രാഫിക് ലൈറ്റുകൾ സ്ഥാപിക്കുകയുണ്ടായി. എന്നാൽ ഇന്നത്തെ ട്രാഫിക് ലൈറ്റുകൾക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് ഇന്ന് ലോകമെമ്പാടും എല്ലാ ഗതാഗത നിയന്ത്രണത്തിന് വേണ്ടിയിട്ടും ഈ ട്രാഫിക് ലൈറ്റുകളാണ് ഉപയോഗിക്കുന്നത്. അത് ഈ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സെൻസറുകൾ ഘടിപ്പിക്കുകയും ടൈമറുകൾ കൊടുക്കുകയും കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് നിയന്ത്രിച്ച് ഈ കണ്ണ് കാണാൻ പറ്റാത്തവർക്കും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഓഡിയോ സംവിധാനങ്ങൾ വരെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ പല ട്രാഫിക് ലൈറ്റുകളും ഉള്ളത്. അതായത് കൂടുതൽ കാര്യക്ഷമമാക്കുകയാണ് ഇപ്പോൾ ഈ
ഇങ്ങനെയുള്ള ഈ ലേറ്റസ്റ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ട്രാഫിക് ലൈറ്റുകൾ ഉള്ളത്. ട്രാഫിക് ലൈറ്റുകളെ പറ്റി ഒരു ചെറിയ വീഡിയോ മാത്രമാണിത്. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നന്ദി.